ചാനൽ തുടങ്ങാനും പിന്നെ എൻ്റെ കുറച്ച് തോട്ട്സ് ഐഡിയാസ് ഞാൻ ലേൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ അൺലേൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ ഷെയർ ചെയ്യണം എന്ന് തുടങ്ങിയ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഉണ്ട്. ആ സ്റ്റാർട്ടിംഗ് പോയിൻറ്റിനെ പറ്റിയാണ് ഈ വീഡിയോ. സോ വെൽക്കം ടു മൈ ചാനൽ. മൈ നെയിം സിദ്ര. റാൻഡമിൽ വന്നൊരു തോട്ടാണ് ഇത് സ്റ്റാർട്ടിംഗ് പോയിൻ്റ് കാരണം. When I was in school, I used to go to a particular place which I consider as my happy place. ഞാൻ ഒറ്റയ്ക്കും ഫ്രണ്ട്സായിട്ടൊക്കെ പോയിട്ടുള്ളൊരു സ്ഥലമാണത്. അവിടെ ചെല്ലുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. പിന്നെ പേര് പറയുന്നതിന് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും അവിടെ ചെല്ലുമ്പോൾ. നമുക്കിങ്ങനെ മനസ്സെന്ന് പറയുന്നൊരു ഫീൽ എന്നൊക്കെ പറയില്ലേ, അതായിരിക്കും എനിക്ക് അവിടെ ചെല്ലുമ്പോൾ എപ്പോഴും ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഞാനവിടെ പോയിട്ടൊരു 8 വർഷം വരെ ആയിട്ടുണ്ടാവും. അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. ഞാൻ തന്നെ ഫിഗർ ഔട്ട് ചെയ്തൊരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി കുറച്ച് ഫിലോസഫി ആയിരിക്കും കേട്ടോ. അതായത് നമ്മൾ ലൈഫിൽ ഓരോ ഫേസിലേക്ക് പോകുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ മറന്നു. അതായത് മോശം കാര്യമാണെങ്കിൽ ഡെഫിനറ്റ്ലി മറന്നു. പക്ഷേ ചില നല്ല കാര്യങ്ങളും നമ്മൾ മറന്നു. നമ്മളുടെ ചില നല്ല ഹാബിറ്റുകളും നമ്മൾ പിന്നീട് കൊണ്ടുപോകാനായിട്ട് മറന്നു. ഇപ്പോൾ എൻ്റെ ഈ ഹാപ്പി പ്ലേസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഒരു ഹാബിറ്റ് തന്നെ എനിക്കുണ്ടായിരുന്നു. അതും ഞാൻ കളഞ്ഞിട്ടാണ് പോയത്. ഇത്രയും വർഷം കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി ഓർത്തുകൊണ്ട് എന്തുകൊണ്ട് അവിടെ പോയിക്കൂടാ എന്നുള്ളൊരു ആലോചന വന്നു. എന്തായാലും ഹാപ്പി പ്ലേസ് അല്ലേ, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇനി എന്താണ് ഈ ഹാപ്പി പ്ലേസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ എൻ്റെ ഹാപ്പി പ്ലേസ് എന്ന് കണ്ടിട്ടുള്ളൂ, എന്നിട്ട് ബാക്കി പറയാം. സോ ദിസ് ഈസ് ദ പ്ലേസ്, ബ്ലോസം ബുക്ക് സ്റ്റാൾ. ഇത് എറണാകുളത്ത് പ്രസ് ക്ലബ് റോഡിൽ സെൻറ്റ് തെരേസാസ് ഹയർ സെക്കൻഡറിയുടെ തൊട്ടടുത്താണുള്ളത്. അത് +1+2 അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞാണ്. അപ്പോൾ ഞാൻ ഏകദേശം 10 വർഷം മുൻപാണ് ഫസ്റ്റ് ടൈം ബ്ലോസം ബുക്ക് സ്റ്റാളിലേക്ക് വരുന്നത്. അപ്പോൾ ഇപ്പോൾ അങ്ങോട്ട് കയറുമ്പോൾ തന്നെ ഒബ്വിയസ്ലി സോ മെനി മെമ്മറീസ് വാസ് ഫ്ലാഷിങ് ഇൻ ഫ്രണ്ട് ഓഫ് മൈ ഐസ്. സെൻറ്റ് തെരേസാസിൽ ഞാൻ 10th വരെയാണ് പഠിച്ചത്. ആ ടൈമിലാണ് ഞാൻ ഇവിടെ വരുന്നത്. ഐ വാസ് 11 years old, I guess. സോ ഫ്രണ്ട്സായിട്ട് ഒറ്റയ്ക്ക് പിന്നെ അമ്മയായിട്ടൊക്കെയാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അന്ന് ഞങ്ങളുടെ ബാച്ചിനൊക്കെ ആരും അതർ ദാൻ മൈ ഫ്രണ്ട്സ് ഇവിടെ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. സോ എനിവേ, ബുക്ക് വായിക്കുന്നവർക്ക് അറിയാം, ബുക്ക് സ്റ്റോളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ലൈബ്രറിയിൽ കയറുമ്പോൾ, ഓൾഡ് ലൈബ്രറിയിലൊക്കെ കയറുമ്പോഴുള്ളൊരു ഫീലുണ്ട്. ഈ ചില ആൾക്കാരുണ്ട്, ഇപ്പോൾ ഞാനും അങ്ങനെയാണ്. അതായത് ഓൺലൈനൊന്നും ബുക്ക് വാങ്ങില്ല, ബുക്ക് സ്റ്റോളിലൊക്കെ പോയി ബുക്കിൻ്റെ ആ സ്മെല്ല്, ബുക്ക് സ്റ്റോളിൻ്റെ സ്മെല്ലൊക്കെ നല്ലോണം ആസ്വദിച്ച് അവിടെ ഇവിടെയൊക്കെ കറങ്ങിയായിരുന്നു ബുക്കൊക്കെ തൊട്ട്. ഇതിനോട് ഭ്രാന്തമുള്ളവർ അല്ലെങ്കിൽ ക്രീസുള്ളവർ. അപ്പോൾ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ച് ട്രെൻഡിങ് ആയിട്ടുള്ള വേർഡ്സ് ഉണ്ടല്ലോ, എസ്തെറ്റിക്സ്, വിൻറ്റേജ്, റൊമാൻറ്റിസൈസിങ് എക്സെട്ര. ഞാൻ പറഞ്ഞ പോലെ ഐ വാസ് സോ ഒബ്സെസ്ഡ് വിത്ത് ദിസ് പ്ലേസ് ആൻഡ് ബുക്സ് ആൻഡ് എവറിത്തിങ്. പറഞ്ഞത് ഈ സ്ഥലം ഇത്രയും റൊമാൻറ്റിസൈസ് ചെയ്തിട്ടുള്ളത് ഞാൻ മാത്രമായിരിക്കും. അതായത് ഇപ്പോൾ എത്ര പേര് എനിക്കറിയില്ല ബാക്കിയുള്ളവരുടെ കാര്യം, പക്ഷേ തുടങ്ങിയ സമയത്തൊക്കെ ഞാനായിരിക്കും ഇത്രയും റൊമാൻറ്റിസൈസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ പറഞ്ഞ പോലെ എന്തോ ഒരു കാരണത്താൽ ഒരു പ്രായം കഴിഞ്ഞപ്പോൾ അതൊന്ന് ഉപേക്ഷിച്ച പോലെ. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടോ, ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുള്ളൂ, വളരെ ഷോർട്ടായിട്ടുള്ള ക്ലിപ്സ്. കാരണം ഒന്നാമത് ഫസ്റ്റ് ടൈമാണ്, നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണിത്. നമ്മളിങ്ങനെ ഫോണെടുത്ത് ഇങ്ങനെ ചുറ്റി നടക്കുക എന്നുള്ളത് ഇറ്റ്സ് കൈൻഡ് ഓഫ് എന്താ, പ്രാക്ടീസ് ഇല്ല. വീഡിയോ എടുക്കണം, അതിൻ്റെ ഫോട്ടോസ് എടുക്കണം, ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണ് ഞാൻ പോയത്. പക്ഷെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇതിനൊന്നും സമയം ഉണ്ടായിരുന്നില്ല. എൻട്രി പോലും ഞാൻ വീഡിയോ എടുത്തുകൊണ്ടല്ല കയറിയത്. കാരണം നമ്മൾ ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഐ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്ലെയിൻ ദാറ്റ് ഫീലിംഗ്. ഒന്നിനുള്ള ഒരു ഇതുണ്ടായില്ല. സോ ഇതൊരു ചെറിയ ബുക്ക് സ്റ്റോളാണ്. കാണുന്നവർക്ക് ഇതൊരു കുഞ്ഞു ബുക്ക് സ്റ്റോളല്ലേ, ഇതിന് മാത്രം ഹൈപ്പൊക്കെ എന്ന് ചോദിക്കും. 11 വയസ്സുള്ളപ്പോഴൊക്കെ ഞാൻ വന്നിട്ടുള്ളൊരു സ്ഥലം. എനിക്കത് ഫസ്റ്റ് ഫീലിംഗ് ആണ് അന്നത്തെ ടൈമിൽ. ഞാനും വേറെ ബുക്സൊക്കെ വേറെ പല പല സ്റ്റോറിൽ നിന്നൊക്കെ മേടിച്ചിട്ടുണ്ട്, പക്ഷേ ഫസ്റ്റ് ഫീലിംഗ് വാസ് ഫ്രം ഹിയർ, റൈറ്റ്. അപ്പോൾ അത് എന്ന് മനസ്സിലുണ്ടാവുമല്ലോ. അപ്പോൾ സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ എൻ്റെ ഹാപ്പി പ്ലേസ് കണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ. ഇനി ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് അവിടെ പോകണമെന്നുണ്ട്. ഇനിയൊരു 10 വർഷം കഴിയുമ്പോൾ ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ ഇത് ഭയങ്കര സ്പെഷ്യലായിരിക്കും. കാരണം ഒരു റീസ്റ്റാർട്ടിങ് പോയിൻ്റ് ഇതാണല്ലോ. അപ്പോൾ ഇത് ഭയങ്കര സ്പെഷ്യലായിരിക്കും. എൻ്റെ ഈ ഹാപ്പി പ്ലേസ് ആയിട്ട് റിലേറ്റ് ചെയ്ത് എനിക്ക് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ ഞാൻ മറന്നുപോയ പോലെ നിങ്ങളും എന്തെങ്കിലുമൊക്കെ കാര്യം വിട്ടുപോയിട്ടുണ്ടാവും. അത് നേരത്തെ പറഞ്ഞ റീസൺസും ഉണ്ടാവും കേട്ടോ. ഒട്ടും അങ്ങനെ ഒരു കാര്യം ഉണ്ടെന്നേ ബോധോടായിട്ടുണ്ടാവില്ല ഇത്രയും വർഷം. അപ്പോൾ നിങ്ങളുടെ ഇതുപോലെ ഹാപ്പിയാക്കി വെച്ചിരുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് ഓർത്തെടുക്കാനുള്ളൊരു റിമൈൻഡറാണ് ഈ വീഡിയോ. അതിപ്പോൾ ഒരു സ്ഥലം തന്നെ ആണെന്നില്ല. നിങ്ങളുടെ ചിലപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ ഒരു ഹാബിറ്റ്, ബുക്ക് റീഡിംഗ് എന്നുള്ളൊരു ഹാബിറ്റ് പോലെ എന്തെങ്കിലും കാര്യമായിരിക്കാം ചെറുതിലേ നിങ്ങൾ ഏറ്റവും ഹാപ്പി ആയിട്ട് ചെയ്തിരുന്നു, പിന്നീട് വലുതായപ്പോൾ ഇൻട്രസ്റ്റ് അത് വളരെ കോമൺ ആണ്. പക്ഷേ നിങ്ങളിപ്പോൾ അത് ഈ ഒരു ഏജിൽ, അതായത് ഒരു 5-10 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ 2 വർഷം മുമ്പ് ചെയ്ത കാര്യങ്ങളായിരിക്കാം. പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ ഏജ് മാറിയതുകൊണ്ട് ഇപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.
അതായത് ഇപ്പോൾ അത് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്ഥലം പോയി വിസിറ്റ് ചെയ്യാം. നിങ്ങൾക്കൊരു വേറെ തന്നെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ കാണാൻ പറ്റും. കാരണം നിങ്ങളുടെ ഏജ് മാറി. ഓക്കെ, മനസ്സിലായി. നിങ്ങൾക്ക് അതിനോടുള്ള ഫീലിങ്സ് വിൽ ബി ഡിഫറെൻ്റ് ആവും. അതൊരു നോസ്റ്റ്. ഇപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ റിയൂണിയന് പോകുമ്പോൾ നമുക്കൊരു നൊസ്റ്റ് കിട്ടില്ലേ? ആ നൊസ്റ്റിനേക്കാളും സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് തോന്നും. കാരണം നിങ്ങളുടെ മാത്രം ഒരു സ്പെഷ്യൽ ഇഷ്ടത്തോടെ നിങ്ങൾ ചെയ്തിരുന്നൊരു കാര്യമാകുമ്പോഴേക്കും നിങ്ങളുടെ മാത്രം ഒരു സ്പെഷ്യൽ സംഭവമാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന പോലും എൻ്റെ ഈ ഹാപ്പി പ്ലേസ് കാരണമാണ്. ഇങ്ങനൊരു തോട്ട് എനിക്ക് വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടത് വീഡിയോ ആക്കിക്കൂടാ, ഒരു ഡോക്യുമെൻ്ററി പോലെ എനിക്ക് കാണാമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഒരു ചാനൽ തന്നെ തുടങ്ങണം എന്നുള്ളൊരു ഐഡിയയൊക്കെ എനിക്ക് വന്നത് ബിക്കോസ് ഓഫ് ദിസ് ഹാപ്പി പ്ലേസ്. അപ്പോൾ ഇതുപോലെ നിങ്ങളും എന്തെങ്കിലുമൊക്കെ കാര്യം ഡിസ്കവർ ചെയ്താലും, ഇനി നിങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന സ്ഥലത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്ടപ്പെടുന്ന കാര്യത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ നമുക്ക് വേറൊരു പാത്ത് തുറന്നു തന്നാൽ അത് അടിപൊളിയായിരിക്കില്ലേ? ഞാൻ ഇത്രയും ഇതിങ്ങനെ സ്ട്രെസ് ചെയ്ത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ ഫെൽറ്റ് സോ ഹാപ്പി ആൻഡ് ഐ ഫെൽറ്റ് സോ ഗ്രേറ്റ് അബൌട്ട് മൈസെൽഫ് ദാറ്റ് ഞാനവിടെ പോയി പോകാനായിട്ടൊരു എഫേർട്ട് ഇട്ടു. ഇതൊക്കെ വലിയ കാര്യം തന്നെയാണ്. നമ്മൾ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യണം എപ്പോഴും. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു, ചാനൽ തുടങ്ങിയത് ജസ്റ്റ് സ്റ്റാർട്ടിംഗ് ആണ്. എനിക്കറിയില്ല ഇത് എവിടെ എങ്ങനെയായിരിക്കും പോകുന്നതെന്നൊന്നും അറിയില്ല. പക്ഷേ എൻ്റെ ഒരു കൈൻഡ് ഓഫ് കംഫർട്ട് സോണിൽ നിന്ന്, അല്ലെങ്കിൽ പുതിയൊരു സ്കില്ല് പഠിക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാം എനിക്ക് പുതിയതാണ്. ഈ ക്യാമറ ഇങ്ങനെ ഫോണിങ്ങനെ വെച്ച് വീഡിയോ എടുക്കുന്നതൊക്കെ എല്ലാം പുതിയ കാര്യങ്ങളാണ്. അപ്പോൾ പുതിയൊരു കാര്യം ട്രൈ ചെയ്യാൻ എനിക്ക് പറ്റിയതും ഈ ഹാപ്പി പ്ലേസ് കൊണ്ടാണ്. സോ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക ആൻഡ് ടെൽ മീ ഹൗ ഡിഡ് യു ഫെൽ ടു ഗോ ബാക്ക് ടു യുവർ റൂട്ട്സ് ആൻഡ് യുവർ ഹാപ്പി പ്ലേസ്. ആൻഡ് ഇഫ് യു ആർ വില്ലിംഗ്, പ്ലീസ് ഷെയർ യുവർ മെമ്മറീസ് വിത്ത് everyone in the comment section. ഇതുപോലെ നമ്മൾ വിട്ടുപോയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ I'll try to remind you. Okay, so വീഡിയോ ഇവിടെ എൻ്റെയാണ്. Hope you liked it and I'll see you in my next video. Bye.